കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 19-ാം തീയതി ഈ 5 സംസ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മൾ അറിയാനും പോകുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ എക്സിറ്റ് പോൾ ഫലം നമുക്ക് ഇപ്പോൾ അറിവായിട്ടുണ്ട്. ABP ന്യൂസ് എക്സിറ്റ് പോൾ വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് 178 സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. ഇടതുപക്ഷം 110 സീറ്റ്, ഇടതുപക്ഷവും സഖ്യകക്ഷികളും എന്നാണ് മനസ്സിലാക്കേണ്ടത്. 110 സീറ്റുകൾ, BJPക്ക് 1 സീറ്റ്, മറ്റുള്ളവർ 1. ഇതാണ് ABP ന്യൂസിൻ്റെ. ഇനിയും 3-4 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് ലഭ്യമാകാനുള്ളത്. 294 അംഗ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ 178 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് ഭരണം നിലനിർത്തും എന്നാണ് ABP ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനം. ഇടതുപക്ഷവും സഖ്യകക്ഷികളും എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ധാരണയുണ്ടാക്കിയ കോൺഗ്രസും കൂടി അതിനകത്ത് വരും. 110 സീറ്റുകളാണ് അവർക്ക് ലഭിക്കാൻ സാധ്യത. BJP 1 സീറ്റ് നേടും, മറ്റുള്ളവർ 0. ഇതാണ് ABP ന്യൂസ് വെസ്റ്റ് ബംഗാൾ എക്സിറ്റ് പോൾ ഫലം. എന്തായാലും നമ്മൾ ഓരോ ഫലങ്ങളായി നമുക്ക് നോക്കുന്നതിന് മുമ്പ് നേരത്തെ കേരളത്തിൻ്റെ പോളിംഗ് ശതമാനം വെച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് JR പത്മകുമാരൻ തയ്യാറാണ്. ഇപ്പോൾ ആസാം വന്നിരിക്കുകയാണ്. ആസാം ABP ന്യൂസ് എക്സിറ്റ് പോൾ ആസാമിൻ്റെ ഫലം. NDA അതിൻ്റെ ഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 79 മുതൽ 93 വരെ NDAക്ക് ആസാമിൽ 79 മുതൽ 93 വരെ. കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് കൂടി 26 മുതൽ 33. AUDF സഖ്യകക്ഷികളും കൂടി 6 മുതൽ 10 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 1 മുതൽ 4 വരെ. 126 അംഗ നിയമസഭയാണ് ആസാമിൻ്റേത്. BJP അധികാരം നേടും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ആസാമിൽ NDA അധികാരത്തിലേറും എന്നാണ് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത്. ഏതായാലും 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ആസാമിൽ NDA. ഈ രീതിയിലാണ് ഈ 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഇതിലേക്കൊന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ പോകാം. ശ്രീ JR പത്മകുമാർ, കേരളം തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഞങ്ങൾക്ക് പറയാം ശ്രീ പത്മകുമാറിൻ്റെ ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ഡോക്ടർ J. പ്രഭാഷ്, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയാണ് അങ്ങ്. സർവേ ഫലങ്ങൾ 2 വന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ പെർസെൻറ്റേജും പോളിംഗ് പെർസെൻറ്റേജ് അനൗദ്യോഗികമായി നമ്മുടെ മുമ്പിലുണ്ട്. 2നെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആസാമിലും ബംഗാളിലും പോയതാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാകാൻ പറ്റിയ ഒരു അതിൻ്റെ ഏതാണ്ടൊരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് വലിയ അത്ഭുതം തോന്നുന്നില്ല. പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കാം. കാര്യം NDAക്ക് ഞാൻ ആസാമിൽ പോകുമ്പോഴത്തേക്കും ഒരു മേൽക്കൈ ഉണ്ടെന്ന് ഒരുപാട് സ്ഥലത്ത്, ആസാമിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് സന്ദർശിക്കാം. പശ്ചിമ ബംഗാൾ ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന് മുൻതൂക്കം കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് അന്ന് അവിടെ തോന്നിയ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്നുള്ളത്. കേരളത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് വെച്ചുകൊണ്ട് എന്തെങ്കിലും എടുത്തിയാടി ഒരു കൺക്ലൂഷനിലെത്തുന്ന കാലം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നാളുകളൊക്കെ നമുക്ക് പറയാമായിരുന്നു പെർസെൻറ്റേജ് വോട്ട് കൂടിയാൽ കുറഞ്ഞാൽ ഇങ്ങനെ വരും എന്നുള്ളത്. അങ്ങനെയുള്ളൊരു വളരെ ഹാർഡായിട്ടുള്ള ഒരു കണക്കുകൂട്ടലിന് സാങ്കത്യമില്ല. പക്ഷേ ഒരു കാര്യം, LDF UDF കക്ഷികൾ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് അത് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇതേ പ്രശ്നം ചോദിച്ചു പറഞ്ഞതാണ്. നമ്മൾ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടിംഗ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കക്ഷി അല്ലെങ്കിൽ പക്ഷം ജയിക്കുമോ എന്ന് പറയാൻ. ഇന്ത്യ TV എക്സിറ്റ് പോൾ ഫലം വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് 167, ഇടതുപക്ഷവും കോൺഗ്രസും 120, BJP 4 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 3. ഇവിടെ ഇടതുപക്ഷത്തിനും
BJPക്കും മറ്റുള്ളവർക്കും സീറ്റ് കൂടുന്നതായിട്ടാണ് ഇന്ത്യ TVയുടെ എക്സിറ്റ് പോളിൽ കാണുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ 167 സീറ്റ് നേടി അപ്പോഴും തൃണമൂൽ കോൺഗ്രസ് അധികാരം നേടും. അപ്പം ഈ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇത്തവണ പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കേരളത്തിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏതാണ്ട് സൂചന വന്നും കഴിഞ്ഞു. ഇതിനെക്കാട്ടിയും കൂടുമെന്നാണ് നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ജനങ്ങൾ വളരെ കൃത്യമായി ഇതിനെ കാണുന്നുണ്ട്. ജനങ്ങൾ വളരെ ആവേശത്തോടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ ഈ ട്രയാങ്കുലർ കണ്ടസ്റ്റാണ്. അപ്പോൾ ട്രയാങ്കുലർ കണ്ടസ്റ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും അപ്പോൾ BJP ആയാലും ശരി NDA ആയാലും ശരി തന്നെ പരമാവധി അവരെ വോട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ഉണ്ട്. ജനങ്ങൾ ഇതിനെയും അതുപോലെ തന്നെ കണക്കിലെടുക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പല ബൂത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ തന്നെ വൻതോതിലുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ഇൻഡിക്കേഷനാണ്. ജനങ്ങൾ ഇതിനെ വളരെ ഡിസിസീവായിട്ടുള്ള, ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ വളരെ ഡിസിസീവായിട്ടുള്ള ഇലക്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെയുള്ള ഡിസിസീവ് ഇലക്ഷൻ ഇപ്പോൾ 1977 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസിസീവ് ഇലക്ഷനാണ് ഈ 2016 എന്നുള്ളതിന്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഡോക്ടർ പ്രഭാഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മുമ്പും ഇതുപോലെയുള്ള ശതമാനത്തിലേക്കൊക്കെ കേരളം വന്നിട്ടുണ്ട്. പക്ഷേ ആവേശം, ആളുകൾ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ രാവിലെ തൊട്ട് ക്യൂ മുറിയുന്നില്ല. ഉച്ചവരെ ഏതാണ്ട് പരമാവധി ആ ആവേശം കാണിച്ചു ആളുകൾ, വോട്ടർമാരൊക്കെ. അതെന്താണ് സൂചിപ്പിക്കുന്നത്? മനത്തിന് പ്രധാനപ്പെട്ട ഘടകം മൂന്നാമതൊരു ഫാക്ടർ കൂടി നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ കടന്നു വരികയാണ്. BJP NDA, BJP വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ പാർട്ടിയുടെയുമായിട്ടുള്ള സഖ്യം. അപ്പോൾ ആ സഖ്യത്തെ വളരെ കാര്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അതേപോലെ അതിനെ ആശങ്കയോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പം വലിയ വർദ്ധിത ആവേശത്തോടു കൂടിയാണ് BJP ഒരു പ്രചാരണം നടത്തിയത്. അതേപോലെ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് അവർ ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയതും വോട്ട് ചെയ്യാൻ അവരുടെ അണികളെ കൊണ്ടുവന്നതും ഒക്കെ. ആ ആവേശം ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആശങ്ക, ഈ രണ്ട് ഘടകം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ രണ്ട് ഘടകങ്ങളുമാവണം പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ ഇത്രയധികം തെങ്ങിക്കൂടാനും നീണ്ട ക്യൂ രൂപപ്പെടാനും കാരണം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശ്രീ JR പത്മകുമാറിന്റെ മൈക്ക് ശരിയായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ പത്മകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇത് താങ്കൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണോ? അല്ല, അങ്ങനെ അതിൽ കേരളത്തിലെ പൊളിറ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബൈപോളാർ പൊളിറ്റിക്സാണ്. അത് ഒരു ട്രൈപോളാർ എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇന്നലെ വരെയുള്ള രാഷ്ട്രീയം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കിയാൽ LDFും UDFും അജണ്ട നിശ്ചയിക്കും. അതിൻ്റെ പുറകെ BJP പോയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രചരണം നടത്താൻ പോകുക. ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. BJP ആയിരുന്നു ഫോക്കസ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മിഡിൽ വരെ ഈ രണ്ട് മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചു. നമ്മളതിൽ വളരെ പ്രകടമാണ് AK ആൻ്റണി ആദ്യം വന്നിട്ട് LDFനെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഡൽഹി പോയി യെച്ചൂരിയും സോണിയയും കൂടിക്കാഴ്ച നടത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഷ മാറി, സ്റ്റൈല് മാറി. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അവിടെയാണ് ഞങ്ങളുടെ NDAയുടെ പ്രസക്തി വർദ്ധിച്ചത്. NDA ഒരു നിർണായക ഫാക്ടറാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞത് അവിടെയാണ്. ശരി, ആക്സിസ് ഇന്ത്യ ടുഡേ ആസാം ഫലം കൂടി നമുക്കിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ആക്സിസ് എക്സിറ്റ് പോൾ ആസാം, NDA 79 മുതൽ 93 വരെ, കോൺഗ്രസ് 26 മുതൽ 33 വരെ, AIUDF 6 മുതൽ 10 വരെ, മറ്റുള്ളവർ 1 മുതൽ 4 വരെ. ഇത് നേരത്തെ കണ്ട എക്സിറ്റ് പോൾ ഫലത്തെ ഏതാണ്ട് അതുപോലെ തന്നെ വരുന്നു എന്നാണ്. ആസാം NDAയുടെ കയ്യിൽ തന്നെ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇതൊന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പോകേണ്ടതാണ്. ആസാമിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സാധ്യതയിലേക്ക് വരുന്നു. AIUDFിൻ്റെ സാന്നിധ്യം അത് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. BJPക്ക് അതുകൊണ്ട് ഒരു വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെയും ആക്സിസിൻ്റെയും ഫലം. ഇപ്പോൾ ഈ ഗതിയിൽ കാര്യങ്ങൾ പോയാൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് കാണുന്നത്. തരുൺ ഗൊഗോയുടെ ഒരു രാഷ്ട്രീയത്തിനേൽക്കുന്ന വലിയ തിരിച്ചടിയോടുകൂടി കാര്യങ്ങൾ കലാശിക്കും എന്ന നിലയിലേക്ക് പോവുകയാണ്. യെസ്, ഇത് ശരിയാവുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് ഇനി കേരളം മാത്രമാണ് ഇനി ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ളത്. അതിലേക്ക് വരാം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്, ശ്രീ JR പത്മകുമാറും പറഞ്ഞത്, ജേക്കബ് ജോർജ് രണ്ട് ഭീഷണിയും ചൂണ്ടിക്കാട്ടി. BDJSൻ്റെ അടുത്തുള്ള വിരോധവും അല്ലെങ്കിൽ BJP-BDJS കമ്പൈനോടുള്ള ഒരു വിരോധം ആളുകൾ രാവിലെ ആവേശം കൊണ്ട് കാണിച്ചു. അവരുടെ ഒരു പുതുതായിട്ട് വന്ന മുന്നണിയുടെ ആവേശവും ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിന് ഏതിനാണ് മുൻതൂക്കം തോന്നുന്നത് താങ്കൾക്ക് ഇവിടെ ഉണ്ടാകുക? അല്ല,
കണക്കുകളുടെ ഇപ്പം ലഭ്യമായ കണക്കുകളുടെ സ്വഭാവം വെച്ച് പരിശോധിച്ചാൽ ഏതെങ്കിലും നിലവാരത്തിൽ ആവേശത്തിൻ്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൽ കണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇത് ഒരുപക്ഷെ 76 or 77% പോകാൻ ഇടയുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു വലിയ ചവിട്ടിക്കുഴയ്ക്കൽ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ മുന്നണികൾ തമ്മിൽ അതിശക്തമായി നടത്തിയിരുന്നു. അത് പക്ഷേ അത് അവരുടെ ഒരു അമിത പ്രതീക്ഷ ആയിരിക്കില്ല ശ്രീ ഭാസ്കരൻ ബാബു. കാരണം നമ്മൾ ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഒരു 75, 76 അല്ലെങ്കിൽ 80 അടുപ്പിച്ചുള്ള ഈ ശതമാനത്തിലൊക്കെ തന്നെയാണ് കേരളം വന്ന് നിൽക്കുന്നത്. അവിടെ ആളുകൾ എങ്ങനെയാണ് വോട്ടിങ്ങിനെ സമീപിച്ചത്? ഉച്ചയ്ക്ക് ശേഷം നിർബന്ധിച്ച് രാഷ്ട്രീയക്കാർ കൊണ്ടുവന്നതല്ല, രാവിലെ തൊട്ട് ഉച്ചവരെ തന്നെ നല്ല ക്യൂ. അവിടെയാണ് ആവേശത്തിന്റെ പ്രത്യേകത നമ്മൾ വിലയിരുത്തേണ്ടത്. അതാണ് ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പിനെ ശരിക്കും പൊളിറ്റിക്കലി സർചാർജ്ഡാക്കിയ ഒരു വിഷയമെന്ന് പറയുന്നത് ഇപ്പം പത്മകുമാറിനും തുളസിക്കുമൊക്കെ സന്തോഷിക്കാം. BJP തന്നെയായിരുന്നു, BJPയുടെ ഒരു മുന്നണി വരുന്നു എന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് BJP പ്രധാന ഘടകമായത് എന്നതിനെ സംബന്ധിച്ച് പത്മകുമാറിന്റെ വിശദീകരണമല്ല എനിക്കുള്ളത്. ഒരു നിമിഷം ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. ഇന്ത്യ ടുഡേ ആക്സിസ് വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് 233 മുതൽ 253 സീറ്റ് വരെ, ഒരുപക്ഷെ 3-2 അപ്പുറത്തേക്ക്. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം 38 മുതൽ 51 സീറ്റിലേക്ക്, ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ചേരുമ്പോൾ BJP 1 മുതൽ 5 സീറ്റ് വരെ, മറ്റുള്ളവർ 2 മുതൽ 5 സീറ്റ് വരെ. ഇന്ത്യ ടുഡേ ആക്സിസ് വെസ്റ്റ് ബംഗാൾ. ഈ തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന ആ ഒരു ഫാസിസ്റ്റ് ഭരണത്തെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും CPM കൂടെ കൂടിയത്. അതേട്ടാ ആ റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുകയാണ്. അത് ഞാൻ BJPയുടെ കാര്യം അല്ലല്ല ഞാൻ പറഞ്ഞത്, ഈ ഇവിടെ വന്ന് പരസ്പരം ഏറ്റുമുട്ടി മത്സരിക്കുകയും അവിടെ ഒരുമിച്ചതിന്റെ കാരണം തൃണമൂലിനെ പരാജയപ്പെടുത്താനാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വെച്ചാൽ ഈ കോമ്പിനേഷനെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനെ പശ്ചിമ ബംഗാളിൽ ഇത്ര മാത്രമേ കേട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അത്ര ഇല്ലല്ലോ. ഞങ്ങൾക്ക് 2 ഉണ്ടായിരുന്നു, 5 ഉണ്ടായ വലിയ നേട്ടമല്ലേ. അല്ലല്ലേ, ഇങ്ങനെയാണ് ഒരുപക്ഷെ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് തന്നെ തല്ലും കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് തന്നെ അവിടുത്തെ ഗവൺമെന്റിനെതിരായി പ്രക്ഷോഭത്തിലേക്ക് വരാം. അപ്പോൾ അപ്പുറത്തിരിക്കുന്നവരും ചിലപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ ഇതിനെ പരാജയപ്പെടുത്താൻ 2 വ്യത്യസ്ത ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റുമുട്ടുന്ന 2 കക്ഷികൾ അവിടെ ചേർന്നത്, അതിനെ ജനങ്ങൾ തള്ളിയിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ കൂടെ ചേർന്നു? അതുകൊണ്ടാണ് ഇവിടെയും ആരുടെ കൂടെ ചേർന്നു? ഞങ്ങൾ ആരുടെയും ചേർന്നു. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പ്രയോജനമുണ്ടായി. അല്ല, പ്രയോജനം ഇവിടെ പ്രതിപക്ഷത്ത് CPM ഇരിക്കുമ്പോൾ ഈ ആർക്ക് എന്താ പ്രശ്നം? ഇതേപോലെ തന്നെ 1 സീറ്റായാലും 5 സീറ്റായാലും 5 സീറ്റായാലും പ്രതിപക്ഷം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ PV മുരുകൻ, ശ്രീ ഭാസ്കരേന്ദ്ര ബാബുവിന്റെ ആ സന്ദേശം വായിച്ചെടുത്തു. ശ്രീ PV മുരുകൻ, BDJS വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന തോന്നൽ ആളുകളെ രാവിലെ ഒരു നെഗറ്റീവ് ട്രെൻഡോടുകൂടി പോളിംഗ് ബൂത്തിൽ എത്തിച്ചിരിക്കാം എന്ന് ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ ഈ 3ാം മുന്നണി എന്ന് പറയുന്ന BJP നയിക്കുന്ന മുന്നണിയുടെ കാടിളക്കൽ കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ച ഒരു 82% വോട്ടെങ്കിലും ചെയ്യുമെന്നാണ്. ഒരു 80-82% വോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് മനസ്സിലാവുന്നത് ഇപ്പോൾ 76 നിൽക്കുകയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ അതേ പാറ്റേണാണ്. അപ്പോൾ ഒരു ബാഹ്യതല സ്പർശിയായ ഒരു പ്രചരണം മാത്രമായിരുന്നു BJPയുടെ എന്ന് കാണണം. മറ്റൊന്ന് നമ്മൾ മേഖല തിരിച്ച് കാണണം. മേഖല തിരിക്കുമ്പോഴത്തേക്ക് പൊളിറ്റിക്കലി ചിന്തിക്കുന്ന മലബാറിൽ നല്ല ശക്തമായ പോളിംഗ് നടന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ദുർബലമായിട്ടുണ്ട്. തെക്കൻ കേരളത്തിലാണ് തിരുവനന്തപുരമൊക്കെ പണ്ട് ഇങ്ങനെ തന്നെയാണ്, പത്തനംതിട്ടയും ആണ്. പക്ഷേ ഇത്തവണ പക്ഷേ BJP തിരുവനന്തപുരത്താണ് BJP ഏറ്റവും വലിയ ഫൈറ്റ് നടത്തിയത്. BJP ഏറ്റവും വലിയ ഫൈറ്റ് നടത്തിയത് തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രീ കൊല്ലം തുളസിയുടെ മുഖം. തിരുവനന്തപുരത്ത് മാത്രം നോക്കിയാൽ മതി, ഇനി ബാക്കി നോക്കണ്ട. ഈ പറഞ്ഞതൊക്കെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സ്റ്റണ്ടായിരുന്നു. ശ്രീ കുമ്മനം ആദ്യം അധ്യക്ഷനായി വന്ന് പറഞ്ഞ 72 ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു. ഈ തിരുവനന്തപുരത്ത് 1-2 മണ്ഡലമാണ് പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ജനങ്ങൾ വിവരവും വിദ്യാഭ്യാസവും അറിവും തിരിച്ചറിവും ഉള്ള ആളുകളാണ്. ശരി ഏത് തെറ്റെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പായിട്ട് 20 മണ്ഡലങ്ങൾ സഞ്ചരിച്ച ഒരാളാണ്. 100 കുടുംബയോഗങ്ങൾ പങ്കെടുത്തു, കോർണർ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ഈ ഇടത് വലത് പക്ഷങ്ങൾ പറയുന്നുള്ള തരംഗമൊന്നും എവിടെയും ഞാൻ കണ്ടില്ല. നേരെ മറിച്ച് BJPയുടെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തരംഗം ഒരു മുന്നേറ്റം എവിടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ചെറുപ്പക്കാരുടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 82% പോകണ്ടേ?
ഈ പോളിംഗ് ഒന്നും കൂടിയില്ലല്ലോ, പഴയ അല്ല, ആളുകൾ അതുകൊണ്ടായി ഉള്ളവരുള്ള മാറ്റമാണ്, ഇടതിൻ്റെ വലുതിൻ്റെ മാറ്റമാണോ. ഞാൻ കാട്ടാക്കടയിലെ മണ്ഡലത്തിൽ 60-ൽ പരം ഇത് ദളിതർ ഒന്നാട് മറക്കി ഞങ്ങൾ 60 വർഷമായിട്ട് ചതിക്കപ്പെട്ടിരിക്കുകയാണ് സാർ, ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്. ഇത് എന്നാ മാറിയത് അവര്? ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ 3-4 ദിവസം മുമ്പ് കുടുംബ മീറ്റിംഗ് കൂടുമ്പോൾ അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ, മിനിഞ്ഞാന്ന് വരെ നിങ്ങളുടെ കൂടെ ആയിരുന്നു ഈ ദളിതർ എന്ന ഈ കാട്ടാക്കടയിൽ അവര് തിരിച്ചറിഞ്ഞു. അല്ല, ഇപ്പൊ മാറിയെന്ന് അദ്ദേഹം പറഞ്ഞ ഞങ്ങളോടുള്ളവരാണോ ഇവരുടെ കൂടെ ഉള്ളവരാണോ എന്നുള്ളത് വ്യക്തമാവട്ടെ. അത് ആരുടെ കൂടെ ഉള്ളവരായാലും BJP കണ്ടുകൊണ്ട് ദളിതർ പോകുന്നു എന്ന് പറഞ്ഞാൽ ദളിതർക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി പോലും കൈയിട്ട് വാരി 200 കോടി രൂപ മഹാരാഷ്ട്രയിലെ പങ്കജ മുണ്ട അടിച്ചുമാറ്റിയ ആ ഒരു ആരോപണമൊക്കെ നിൽക്കുന്നു. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ദളിതരുടെയും ആദിവാസികളുടെ അവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ വരുന്നു. ഉത്തർപ്രദേശില് ഡോക്ടർ സമ്പത്തിനെ കൊണ്ട് പറയിക്കരുത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. ഈ ഉത്തരം അതല്ല ഇപ്പോ എന്തായാലും നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും തുളസി എണ്ണം പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അപ്പോൾ ഞാൻ ബിന്ദുവിനെ പത്മകുമാറിനെ ഞങ്ങൾ 3 പേരും വക്കീലന്മാരാണല്ലോ. നമ്മളിനി എന്ത് പറഞ്ഞിരുന്നാലും ആളുകൾ ചെയ്യാനുള്ളതല്ല ആളുകൾ ചെയ്യും. ഇനി തുറന്ന ചില ഇനി നമ്മൾ അതിനെപ്പറ്റി മാത്രം നമ്മൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതിന്റെ BJP ചേർന്ന് 60 പേര് തിരിച്ചു വരുമ്പോൾ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അണ്ണനെ കിട്ടിയ വിവരം വെച്ചാണ് തുളസി അണ്ണൻ അത്തരം കാര്യത്തിൻ്റെത് പറഞ്ഞത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് പൂർത്തീകരിച്ചില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് പൊതുവിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവർ 60 വർഷമായിട്ട് ഇടതിനെയും വലുതിനെയും കാണുന്നു, അനുഭവിക്കുന്നു. അവരെല്ലാം നോക്കിയിരുത്തുകയാണ്, വിലയിരുത്തുകയാണ്. അവർ പ്രതീക്ഷിച്ച പലതും അവർ കിട്ടുന്നില്ല. ധനികർ വീണ്ടും ധനികരാകുന്നു, പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായിക്കൊണ്ട് ഒരു അവസ്ഥ സത്യമാണ്. അതിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിനുള്ളിൽ അത് മാറ്റം വരുമല്ലോ. അതാണ് വിദ്യാഭ്യാസം വരെ ഉള്ളവരാണെന്ന് പറയുന്നത്. ശരി, അവർ മാറ്റും. അല്ല അതിൽ തുളസിയേട്ടൻ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം അണ്ണൻ സൂചിപ്പിച്ച എന്താണെന്ന് പറഞ്ഞാൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ എവിടെയെങ്കിലും ഈ താഴെത്തട്ടിൽ നിന്ന് മധ്യവർഗത്തിലേക്ക് ഒരു മിഡിൽ ക്ലാസ് ഉയർന്നു വരുന്നത് എവിടെയെങ്കിലും കാണാൻ കഴിയും? ഈ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന് അവർ മധ്യവർഗ്ഗക്കാരായി അവർ മിഡിൽ ക്ലാസ് ആയി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും 14 ജില്ലകളിൽ പോയാലും ഒരു സാധാരണ ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം ഒരു കയ്യെത്തുന്ന ദൂരത്തേക്ക് ലഭിക്കുന്ന നിലയിലാണ്. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും പോയാൽ 2 ക്ലാസ് എവിടെ ഉള്ളൂ. ഒന്നുകിൽ അതിസമ്പന്നരാണ് അല്ലെങ്കിൽ അതിദരിദ്രരാണ്. ഇതിനിടയിൽ പിന്നെ യാതൊരു ബന്ധവുമില്ല. ഒരു സാമൂഹ്യമായ ഇതിനിടയിലുള്ള അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ട്രാൻസ്പാരൻസിയും ഇല്ല, സോഷ്യൽ മൊബിലിറ്റിയും അവിടെ ഇല്ല. കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഈ നേട്ടങ്ങൾ വാസ്തവത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് മാതൃകയാകേണ്ടത്. കേരളം അവരെയല്ല മാതൃകയാക്കേണ്ടത്. ഈ കേരളത്തിൽ വികസനം ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. വികസനം എവിടെയാണ് നിൽക്കുന്നത്? ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം ഈ വികസന പ്രക്രിയയിൽ എവിടെയുണ്ട്? അതാണ് നമ്മൾ വളരെ വിലയിരുത്തേണ്ടത്. അവരെ തള്ളിമാറ്റിയിരിക്കുക. ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. 1.5 ലക്ഷം എയ്ഡഡ് സ്കൂള് അധ്യാപകന്മാരുണ്ട്. 150 പേരാണ് SC ഉള്ളത്. ശ്രീ പത്മകുമാർ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതാവ് തന്നെ ആയിരുന്നല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശനും. അദ്ദേഹം ഇപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലേ? അദ്ദേഹം ഇത്രയും കാലം എവിടെയായിരുന്നു? വെള്ളാപ്പള്ളി ഞങ്ങളോട് വന്നോണ്ടോ വേറൊരാണ്ട് വന്നോണ്ടല്ല ഈ പ്രശ്നം നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ വേറെ പറഞ്ഞോട്ടെ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2006 ഇത് ശ്രമിക്കുക. 2006 ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റിച്ച്, സൂപ്പർ റിച്ച്, പുവർ, വെരി പുവർ. അതിൽ വെരി പുവറിൻ്റെയും 90% വസ്തുക്കൾ സൂപ്പർ റിച്ചിന്റെ കയ്യിലേക്ക് എത്തി. അത് എങ്ങനെ എത്തി? ശരി, എന്തായാലും നടപ്പിലാക്കിയത് വേറെ ആരും കണ്ടുപിടിച്ച കണക്കുകളല്ല. ശ്രീ JR പത്മകുമാർ ഒക്കെ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഈ കേരളത്തിന്റെ വികസന മോഡലും ഒക്കെ ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ ഇത്രയും കാലം കേരളത്തെ ഒരു പ്രത്യേക വികസന പാതയിലൂടെ നടത്തിയത് ശരിയായില്ല എന്ന് NDA പറയുന്നതിന് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് 19-ാം തീയതി അറിയാം. നമുക്ക് ഇതിൻ്റെ മറ്റു ചില വശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനിടയിൽ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യ ടുഡേ ചാണക്യ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തും, കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം, ആദ്യമായി കേരളത്തെക്കുറിച്ചുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചന. ടുഡേസ് ചാണക്യയാണ് ആ ഫലം പുറത്തുവിടുന്നത്. BJPക്ക് കേന്ദ്രത്തിൽ അധികാരം കിട്ടുമെന്ന് പറഞ്ഞ ടുഡേസ് ചാണക്യ 2014 ആ ഫലം പുറത്തുവിട്ട ടുഡേസ് ചാണക്യയാണ്. അതുകൊണ്ട് JR പത്മകുമാർ പറഞ്ഞു വന്നത് അങ്ങ് തൊണ്ടയിൽ തന്നെ വെച്ചേക്കുക. കേരളം വിധി എഴുതി കഴിഞ്ഞു. ഒപ്പം 5 സംസ്ഥാനങ്ങൾ, മൊത്തത്തിൽ കേരളവും കൂടി ചേർത്ത് 5 സംസ്ഥാനങ്ങളുടെ വിധിയെഴുത്ത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് 19 വരെ. ഇപ്പോൾ പുതിയ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി. ടൈംസ് നൗ, സി വോട്ടർ,
ആസാം 126 സീറ്റുകളുള്ള ആസാമിൽ NDAക്ക് 57 സീറ്റുകൾ, കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് 41, AIUDF 18, മറ്റുള്ളവർ 10. ഒരു തൂക്കുസഭയാണ് ടൈംസ് നൗ സീ വോട്ടർ ആസാമിനെ കുറിച്ച് പറയുന്നത്. ടൈംസ് നൗ JR പത്മകുമാർ, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലം. NDAക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. NDA അധികാരത്തിൽ വരും. നമ്മൾ എത്ര പക്ഷേ എങ്ങനെ അധികാരത്തിൽ വരും? ഈ 57 കേവല ഭൂരിപക്ഷത്തിന് 64 സീറ്റ് വേണം. കേവല ഭൂരിപക്ഷം ഉണ്ടാവും, അതിൽ സംശയം വേണ്ട. ഉണ്ടാക്കും. അത് ഉണ്ടാക്കുമെന്നല്ല, ഉണ്ടാവും. അതാണല്ലോ ട്രെൻഡ് കാണിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സർവേ കാണിച്ചത് കൂടുതലാണ്. NDAക്ക് വളരെ നല്ല മെജോറിറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇതും നമ്മൾ രണ്ടും കൂടെ അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും NDAക്ക് ഇതുവരെ വന്ന 3 സർവേയിൽ 2 സർവേ NDAക്ക് അനുകൂലമാണ് അസമില്, ഒരെണ്ണം പ്രതികൂലവും. അതാണ് സ്ഥിതി. തീർച്ചയായിട്ടും. അതുപോലെ ശ്രീ SR ശക്തിധരൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ SR, ഇവിടെ ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേരളം ഇന്ന് എങ്ങനെ വിധി എഴുതി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കാനില്ല, ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഒറിജിനൽ കണ്ടല്ലോ, ആളുകൾ ഇങ്ങനെ LDFന് അനുകൂലമായിട്ട് തന്നെ വിധി എഴുതും എന്നുള്ളതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ അതിൻ്റെ ആവേശമായിരുന്നു രാവിലെ ഈ ക്യൂ കണ്ടതൊക്കെ? അല്ല, ഞാൻ പറഞ്ഞത് 2006 തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. റെപ്യൂട്ടേഷൻ എന്ന് ഞാൻ മനസ്സിൽ മീൻ ചെയ്യുമ്പോൾ അത് 102 ആയി എന്നുള്ള അർത്ഥത്തിലല്ല, LDFൻ്റെ കയ്യിലായിരിക്കും അധികാരം വരിക എന്നുള്ളതാണ് ഞാൻ മീൻ ചെയ്തത്. അതിന് ഈ ഇന്ന് നടന്നിട്ടുള്ള പോളിംഗ് അതിനനുകൂലമാണ്. ഏതാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സീറ്റിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിയും എന്നാണ് എൻ്റെ കണക്ക്. ശ്രീ കൊല്ലം തുളസി അത് സമ്മതിക്കുന്നുണ്ട്. അത് LDF ഭരിക്കും, പക്ഷെ താങ്കൾ പറഞ്ഞ കുറച്ച് BJP സീറ്റുകൾ കൂടെ കിട്ടും. ഇതാണോ താങ്കൾ പറഞ്ഞു വരും? BJP നിങ്ങളിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല, അക്കൗണ്ട് തുറക്കത്തില്ല, താമര വിരിയത്തില്ല എന്തൊക്കെയുള്ള അല്ല, നിങ്ങളുടെ അഭിപ്രായമല്ലയോ? ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ആ അഭിപ്രായം നിങ്ങൾക്ക് മാറ്റാം. എന്തായാലും ഞങ്ങൾ ഉറപ്പാണ് ഇവിടെ അക്കൗണ്ട് തുറക്കുകയല്ല, 150 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നല്ല ബാലൻസ് ഇടുകയും ചെയ്യും. ഇവിടെ താമരപ്പൂ കൊണ്ടൊരു പൂന്തോട്ടമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാനായിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ഭരണത്തിൽ വരുമെന്ന് അവകാശപ്പെടുന്നില്ല. പൊള്ളയായ വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. കേരളം ഓൾറെഡി ഒരു പൂന്തോട്ടമാണെന്നാണ് ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ പറയുന്നത്. ഇനി അത് അഴിമതി സൂര്യകാന്തി പൂക്കളാണെന്നുള്ള അഴിമതി കൊണ്ടുള്ള പൂക്കളുണ്ടല്ലോ, അഴിമതി പൂക്കൾ കൊണ്ടുള്ള പൂന്തോട്ടമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഇടതുപക്ഷം സാധ്യത ഉണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. UDF അവർ പ്രതീക്ഷിക്കുന്നു, എല്ലാം പ്രതീക്ഷിക്കട്ടെ. നമുക്കതിനെക്കുറിച്ച് പ്രശ്നമില്ല. ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട് തുറക്കണം എന്നുള്ളതും ഭൂരിപക്ഷം ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഒരു മുന്നേറ്റം നടത്തണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിവിടെ സംഭവിക്കും എന്ന് പോവുകയാണ്. ശരി, തിരുവനന്തപുരത്തെക്കുറിച്ചാണ് നേരത്തെ ചില ചർച്ചകൾ ഇങ്ങനെ വന്നത്. തിരുവനന്തപുരത്തെക്കുറിച്ച് തന്നെ എടുത്താൽ അവിടെയാണല്ലോ BJPക്ക് വലിയ സാധ്യതകളൊക്കെ പലരും കണക്കാക്കുന്നത്. BJP അവിടെ മാത്രമല്ല എന്ന് പറയുമ്പോഴും. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, നിങ്ങളുടെ സിറ്റിംഗ് സീറ്റായ വട്ടിയൂർക്കാവ് ഇത്തവണ കുമ്മനം രാജശേഖരൻ കൊണ്ടുപോകുന്നതാണ് അവസാന നിമിഷം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡോക്ടർ സമ്പത്തിൻ്റെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ നേമം, അതും അവർക്ക് കിട്ടും എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ഇപ്പോൾ കാട്ടാക്കടയും കൂടി ആ കൂട്ടത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്താണെന്നറിയില്ല. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എങ്ങനെ കാണുന്നു? വിട്ടുകൊടുത്തോ? അത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് തീർച്ചയായും UDFൻ്റെ ഉരുക്കുകോട്ടയാണ്. എന്നാൽ ചോദിക്കും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എല്ലാ കാലത്തും കേരളം അതിൻ്റെതായ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. മലയാളികളുടെ രാഷ്ട്രീയ നിലപാട് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ. അതുമാത്രമല്ല, 5 വർഷക്കാലം നിറസാന്നിധ്യമായി നിത്യസാന്നിധ്യമായി എന്നൊക്കെ നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ കാര്യമൊക്കെ അംഗീകരിക്കും തന്നെ. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഈ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ 2.5 മാസക്കാലമായി മുരളീധരൻ ഓരോ ദിവസവും താഴോട്ട് വരികയായിരുന്നു പ്രചരണത്തിൽ എന്നൊരു നിരീക്ഷണമുണ്ട്. ഇത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൻ്റെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ മുരളീധരൻ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൽ അല്ലല്ലോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പിലാണല്ലോ. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കുമ്മനം മുതലാക്കുന്നു അത്രേ. ഡോക്ടർ ലാൽ അത് പറഞ്ഞതുകൊണ്ട് പറയുക, സാധാരണഗതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായി ഗ്രൂപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ UDF സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പ് ബാധിച്ചിട്ടില്ല. ഞാൻ താമസിക്കുന്ന വോട്ട് ചെയ്ത മണ്ഡലമാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ K മുരളീധരൻ ആദ്യമേ പ്രചാരണത്തിൽ ഇറങ്ങാൻ വൈകി. പ്രചാരണം ഒരു തരത്തിലും ഒരു സമയത്തും ഉയർന്ന നിലയിലേക്ക് എത്തിയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവസാനമായപ്പോഴത്തേക്ക് മുരളിയുടെ കൂടെ ഉണ്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും കാലുവാരി. ആദ്യം ഐക്കാര് വാരി,
പിന്നീട് ആന്റണി പക്ഷം വാരി എന്നാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ബിന്ദു, എനിക്കറിയാം. ഇന്ന് അത് അവിടെ പ്രകടമായിരുന്നു. പക്ഷെ അതുകൊണ്ടുള്ള പ്രയോജനം ആർക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനം കുമ്മനം രാജശേഖരന് കിട്ടുമോ, TNCMയ്ക്ക് കിട്ടുമോ? മുരളീധരൻ്റെ വോട്ട് കുറഞ്ഞാൽ ആ വോട്ട് എങ്ങോട്ട് പോകും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തീർച്ചയായും ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കും തിരഞ്ഞെടുപ്പ്. ഡോക്ടർ സമ്പത്ത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? CPM വലിയ ഒരു കരിസ്മ കൂടിയുള്ള സംസ്ഥാന സമിതി അംഗം കൂടിയായ ഡോക്ടർ TN സീമയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. എങ്ങനെ വിലയിരുത്തുന്നു അവിടെ വട്ടിയൂർക്കാവിൽ? CPM അവിടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളായി തന്നെയാണ് ഞാൻ ഡോക്ടർ TN സീമയെ കാണുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ LDF 2 വനിതാ സ്ഥാനാർത്ഥി, 14 മണ്ഡലങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ. ആ 14 മണ്ഡലങ്ങളുള്ളതിൽ 2 പേര് വനിതാ സ്ഥാനാർത്ഥികൾ സാധ്യത ഉള്ളവരാണ്. ഒരാൾ സിറ്റിംഗ് MLA ആണ്, ഞാൻ പറയുന്നത് ജമീല പ്രകാശമാണ്, കോവളം മണ്ഡലത്തിലെ. ഇവിടെ UDF എത്ര പേരെ നിർത്താൻ കഴിഞ്ഞു? ഇത്തരമൊരു കാര്യത്തിൽ UDF എത്ര പേരെ നിർത്താൻ കഴിഞ്ഞു? UDF കൊല്ലത്തെങ്കിലും കിട്ടുമായിരുന്നു. അല്ല, ഞാൻ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അവിടെ വരുമായിരുന്നു. അല്ലാന്നുള്ളത് പറ. ഇവിടെ ഒന്ന് കോൺഗ്രസിനകത്ത് വല്ലാതെ തന്നെ ഇതിപ്പോൾ ഈ വനിതകൾ നമ്മുടെ നാട്ടിലുള്ള വോട്ടർമാരിൽ പകുതിയിലേറെയും ചില മണ്ഡലങ്ങളിലേക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് 10,000, 12,000, 15,000 വോട്ടർമാർ അധികം തന്നെ വനിതകളാണ്. സ്വാഭാവികമായും പൊതുരംഗത്ത് എല്ലായിടത്തും ഒരു പുരുഷ മേധാവിത്വം ഉണ്ട്. ആ പുരുഷ മേധാവിത്വം നമ്മുടെ ഇവിടെ ഈ ചർച്ചയിലും പ്രകടമാണ്. എല്ലായിടത്തും പുരുഷ മേധാവിത്വം പ്രകടമാണ്. ഇവിടെ ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എല്ലാവരും കൊടുക്കുകയായിട്ട് അവരെല്ലാം പുറത്തേക്ക് പോവുകയാണ്. പിന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കാന്നുള്ളത് മാത്രമാണ്. ജയിക്കാൻ ബിന്ദു കൃഷ്ണ നമ്മുടെ സാധാരണ ദിവസങ്ങളിലെ ചർച്ച പോലെ അല്ല. ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞു, വോട്ട് പെട്ടിക്കകത്തായി കഴിഞ്ഞു, കാര്യങ്ങൾ തുറന്നു പറയും. മുരളീധരൻ അനുഭവിച്ച പ്രശ്നമാണ് ഈ പറയുന്നത്. ഡോക്ടർ TN സീമ ആ മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ പ്രതീക്ഷ മാത്രമല്ല പങ്കുവയ്ക്കുന്നത്, എൻ്റെ വിശ്വാസം മാത്രമല്ല. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഏതാ? ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ 14-ൽ 13 മണ്ഡലങ്ങളിലാണ് LDFൻ്റെ മേൽക്കൈ വന്നത്. ഒരു മണ്ഡലത്തിൽ മാത്രമാണ് LDFന് മേൽക്കൈ ഇല്ലാതെ പോയത്. പക്ഷേ ആ മണ്ഡലം ഉൾപ്പെടെ വിജയിക്കാൻ പോകുന്നത് ഇപ്പോൾ LDF ആണ്. അവിടെ മണ്ഡലം ഞാൻ പറയാതെ തന്നെ തുളസീണ്ണൻ അറിയാം, ലാലിന് മനസ്സിലാവും. ഈ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു നല്ല ത്രികോണ മത്സരത്തിൻ്റെ അത് ഞങ്ങൾ പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയം വരും. ഞങ്ങൾ 3 പേരും പറയുമ്പോൾ ഞങ്ങൾ 3 പേരും പ്രചരണ രംഗത്ത് നിന്നവരായതുകൊണ്ട് തന്നെ ഇപ്പോഴും വോട്ടെണ്ണി തീരുമ്പോഴും ഞങ്ങളുടെ എല്ലാ വർത്തമാനത്തിലും ആ രാഷ്ട്രീയം നിഴലിക്കും. പക്ഷെ അല്ലാതെ ഇത് കണ്ടിട്ടുള്ള ആളുകൾ, ഞങ്ങളെ വിലയിരുത്തിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ കൃത്യമായ ഒരു ത്രികോണ മത്സരം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. ആ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ ഇവിടെ മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഞാൻ ഈ പറയുന്നതിൽ വേറൊന്നും ധരിക്കരുത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ കുറേ വോട്ട് ശ്രീ മുരളീധരന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പോയില്ല എന്ന് പറയാൻ BJPക്കും കഴിയില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കോൺഗ്രസിനും കഴിയില്ല. കിട്ടിയെന്ന് ഞങ്ങൾ ആരോപിക്കുന്നതല്ല. ഇവിടെ ഈ ഒരു കാര്യം ആ വോട്ട് ഇപ്പൊ തിരിച്ചു പിടിക്കുന്നതാണ് അവർ പറയുന്നത്. അവരുടെ വോട്ട് അവർ നിലനിർത്തുകയും ആ വോട്ട് അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. പക്ഷേ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യം അത് വാസ്തവത്തിൽ അതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള അടിസ്ഥാനം. അവിടെ നിന്നുകൊണ്ട് ഈ വോട്ടുകൾ എങ്ങനെ 3 കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത്, അതൊരു അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്താം. ഡോക്ടർ TN സീമ വിജയിക്കാം. നല്ലതാണ് അദ്ദേഹം. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് കുമ്മനം 1ാം സ്ഥാനത്ത് വരും, 2ാം സ്ഥാനത്ത് മുരളീധരൻ വരും, 3ാം സ്ഥാനത്ത്. അതിന്റെ രഹസ്യം എന്താണ്? ഈ മുരളീധരന്റെ വോട്ട് പോയത് നിങ്ങളാണ് കരസ്ഥമാക്കിയത്? അല്ല അത് ആളുകളല്ലേ വോട്ട് ചെയ്യുന്നത്. മുരളീധരൻ വോട്ട് ചെയ്ത പിന്നെ സീമ 3ാം സ്ഥാനത്ത് പോകുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ആണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അങ്ങോട്ട് പോയി. ഡോക്ടർ സമ്പത്ത് പറഞ്ഞ അനുസരിച്ച് TN സീമ ഈ K മുരളീധരന്റെ പോയ വോട്ടുകൾ TN സീമയ്ക്ക് കിട്ടിയിട്ടുണ്ടാകും. കൂടാതെ സ്ത്രീകളുടെ ഒരു നല്ല ശതമാനം വോട്ട് അവർക്ക് കിട്ടി, അങ്ങനെ ജയിക്കും. പക്ഷെ നിങ്ങൾക്ക് അതല്ലല്ലോ പ്രതീക്ഷ. സ്ത്രീകളുടെ വോട്ട് സ്ത്രീകൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ശരി. ഇവിടെ വട്ടിയൂർക്കാവ് സംഭവിക്കാൻ പോകുന്നത് CPMന്റെ ഈ പോളിസിക്ക് എതിർപ്പുള്ള ആളുകൾ കുമ്മനത്തിന് വോട്ട് ചെയ്യും, ഈ മുരളീധരനോട് എതിർപ്പുള്ള ആളുകൾ വോട്ട് ചെയ്യും. നിങ്ങൾ ഉറപ്പാക്കിയത് ഞങ്ങളുടെ പ്രചരണം ഞങ്ങളുടെ വോട്ടർമാരെ കൂടുതൽ ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തിയത്, അതിൽ വിജയിച്ച് കിട്ടിയ ഫീഡിങ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. മുരളീധരൻ കഴിഞ്ഞ 5 വർഷമായി ആ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു MLA ആണ്. കേരളത്തിലെ ഏറ്റവും നല്ല MLA-മാരിൽ ഒരാളായിരുന്നു K മുരളീധരൻ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. കോൺഗ്രസ് ആയതുകൊണ്ടാണ് അയാൾ തോക്കുന്നതെന്നാണ്.
ഒരു കോൺഗ്രസ് സാധാരണ ആയതുകൊണ്ടല്ലേ ചായക്കട അദ്ദേഹം നടത്തുന്ന ആൾ ജയിച്ചത്. എന്നോട് പറഞ്ഞു ജയിക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഈ അദ്ദേഹം പറഞ്ഞ പോലെ അതിന് നല്ല Yes, MLA എന്തായാലും ആയിരുന്നുള്ള നമുക്ക് ഇപ്പോൾ ഒരു കാര്യത്തിൽ സൂചന ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നു. കേരളത്തിൽ ഇടതുപക്ഷം വൻ വിജയം നേടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലം. അത് നമുക്ക് അല്പസമയത്തിനകം അതിൻ്റെ കണക്കുകൾ ലഭ്യമാകും. ശ്രീ NPC, നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തമായ മുന്നേറ്റത്തോടുകൂടി ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നൊരു എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ എങ്ങനെ ഈ ചർച്ചയെ മുന്നോട്ട് നയിക്കാം? എക്സിറ്റ് പോൾ ഫലം അതിന്റെ നിഗമനത്തിന് ആധാരമായ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ഏറ്റവും അവസാനം വന്ന ടുഡേസ് ചാണക്യയുടെ ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ കേരള LDF 88 മുതൽ 101 സീറ്റുകൾ വരെ നേടാം. UDF 38 മുതൽ 48, BJP 0 മുതൽ 6 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 0 മുതൽ 3, ഇത് 6 മുതൽ 3 എന്ന് തോന്നുന്നു. അങ്ങനെ വരില്ല. 6 മുതൽ 13 വരെ. എന്തായാലും 0 മുതൽ 3 ആണ്. മറ്റുള്ളവർ 0. മറ്റുള്ളവർ 1 മുതൽ 4 വരെ നേടാം. എന്തായാലും ഇതാണ് ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ഫലം. ഇപ്പോ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രമുഖ നിരീക്ഷകൻ കൂടിയായ ചലച്ചിത്ര സംവിധായകൻ, ഫെഫ്കയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ B. ഉണ്ണികൃഷ്ണൻ. ഇതാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലം. ഇപ്പോൾ വന്ന ഫലമനുസരിച്ച് 88 സീറ്റാണ് LDFന് ചുരുങ്ങിയത് അച്ചീവ് ചെയ്യുക എന്നാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. കൂടിയ സീറ്റ് 101, 3 അക്ക വിജയം എന്ന് LDFന്റെ പല നേതാക്കളും അവകാശപ്പെട്ടിരിക്കുന്നിടത്ത് ആണ് പരമാവധി കൊടുത്തിരിക്കുന്നത്. 88 മുതൽ 101 വരെ സീറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു വിജയമാണ് ഇന്ത്യ ടുഡേ പ്രവചിച്ചിരിക്കുന്നത്. 88 മുതൽ 101 കോൺഗ്രസിന് നേടാവുന്ന, UDFന് നേടാവുന്ന പരമാവധി 48, BJP പരമാവധി 3 വരെ സീറ്റുകൾ നേടാം. മറ്റുള്ളവർ 1 മുതൽ 4 വരെ. ഈ മറ്റുള്ളവർ എന്ന് പറയുന്നതിൽ 1 PC ജോർജ് ആണ്. 4 ഏതാണെന്നാണ്? മറ്റുള്ളവർ വേറെ ഉണ്ട്. അത് BJPയുടെ ആളുകളുണ്ട് അതിനകത്ത്. അത് വരാം. ഒരുപക്ഷെ ഈ സ്വതന്ത്രന്മാരൊക്കെ, പക്ഷെ LDF എന്ന് പറയുമ്പോൾ 8 സ്വതന്ത്രന്മാരെ LDF പ്രതിയിലുണ്ട്. അതാണോ അറിയില്ല. അല്ല, LDF എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഇവിടെയാണ് വരേണ്ടത്. ആ സ്വതന്ത്രർ UDF ഇവിടെ വരണം. പക്ഷേ അതേഴ്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആധികാരികതയെ സംബന്ധിച്ച് സംശയമുണ്ട്. ഇത് അധികാരം 3 വരെ തരുന്നുണ്ട് നിങ്ങൾക്ക്? അല്ലല്ല, അത് തന്നോട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്. വട്ടിയൂർക്കാവ് 4 വരെ അങ്ങനെ ആരും മത്സരിക്കുന്നില്ല. സ്വതന്ത്രന്മാര് ശോഭന ജോർജോ അങ്ങനെ ആരെങ്കിലും മത്സരിക്കുമെന്നുള്ളതാണ്, ജയിക്കുമെന്നുള്ളതാണ് തെളിഞ്ഞല്ലേ ഇത് കണ്ടപ്പോഴത്തേക്ക്. ശ്രീ ഉണ്ണികൃഷ്ണൻ എങ്ങനെ നിരീക്ഷിക്കുന്നത്? ഈ ഫലം എന്തായാലും എക്സാജറേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു എക്സാജറേറ്റഡ് അല്ലാതെ നമ്മൾ ഒരു പ്രവചനത്തിലൊക്കെ ഇപ്പോൾ തുനിയുന്നത് ശരിയല്ല. കേരളം കണ്ട ഏറ്റവും ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണിത്. തീർച്ചയായിട്ടും വളരെ നെക്ക് ടു നെക്ക് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. ഇതിനകത്ത് അവർ പറയുന്ന ശതമാനം 43% വോട്ടുകൾ LDF നേടും, 35% UDFന് എന്നാണ് പറയുന്നത്. 8% ഡിഫറൻസ്. ക്ലോസ്ലി കണ്ടസ്റ്റഡ് പോളാണ്, സംശയമില്ല. പക്ഷെ അപ്പം അതിനകത്ത് ഈ BJP എന്നുള്ള മൂന്നാമതൊരു ഘടകം വരികയാണ്. BJP BDJS. ആ ഘടകത്തിന്റെ വോട്ട് ഷെയർ എവിടെ നിന്ന് എടുക്കുന്നു? അതൊരു പ്രധാനമാണ്. ഇത് പ്രകാരമാണെങ്കിൽ ജയിക്കും. അത് ഇതായിരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു ഇത്തരത്തിലൊരു ഫലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ മുഴുവനായും UDFന്റെ വോട്ട് ഷെയർ അവരെടുത്തു എന്നുള്ളതാണ്. അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇത് റിയലിസ്റ്റിക് ഫിഗർ അല്ല. അവർ പോലും പറഞ്ഞ 88 മുതൽ 101 സീറ്റ് വരെ കിട്ടാമെന്നാണ്. പക്ഷേ അത് അത്ര റിയലിസ്റ്റിക് 101 അത്രയും വലിയ വ്യത്യാസത്തോടു കൂടി ഒരു സർവേ ഫലം വരിക. അതെ, അതിലൊരു അസ്വാഭാവികത. അത്ര റിയലിസ്റ്റിക് അല്ല ആ ഫിഗർ. അല്ല, അത് 8% രണ്ട് പ്രധാന മുന്നണികൾ തമ്മിൽ. 100 സീറ്റൊക്കെ പിടിക്കുമ്പോൾ അത്രയും വരാറില്ല. ശ്രീ ജയർകുമാർ, BJPയുടെ ശതമാനം 14 അവർ പറയുന്നത്. 14, 43, 35, 14. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, അത് കൂടും. ഇപ്പൊ എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയുള്ള തെരഞ്ഞെടുപ്പല്ലേ, അത് ഞാൻ കേരളത്തിലെ ഒരു വോട്ടിംഗ് 2011 UDF LDF വോട്ടെന്ന് പറഞ്ഞാൽ 91% വരുന്നവർക്ക്. അത് കഴിഞ്ഞ് 2014 വന്നപ്പോൾ അത് 84. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവർ രണ്ടുപേരുടെ കൂട്ടിയാൽ 74. ഇപ്പോൾ ഈ രണ്ടുപേരുടെ കോമ്പിനേഷൻ വരുമ്പോൾ ഈ കഴിഞ്ഞ 3 ഇലക്ഷൻ നോക്കിയാൽ
ഗണ്യമായിട്ട് കുറയാണ്. ഇതാണ് ഇന്നത്തെ ശ്രീ ജെ ആർ പത്മനാഭന്റെ തിയറി. ഞാൻ പലയിടത്തും കേട്ടു. രണ്ടും കൂടെ ചേർന്നാൽ ഇത്ര വരുന്നുള്ളൂ. വഴിയുണ്ട്, ഇതിൽ 78 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അല്ല, അത് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊരു വിസിബിലിറ്റി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് പുറകിലോട്ടൊന്നും പോകില്ല ഒരു പാർട്ടി. ശ്രീ മുരുകൻ, ഈ തെരഞ്ഞെടുപ്പ് കാലം ഇങ്ങനെ നീണ്ടുപോയത് 2.5 മാസക്കാലം ഇങ്ങനെ നീണ്ടു. പീപ്പിൾ ടിവിയുടെ പുറകെ വരികയല്ലേ? പീപ്പിൾ ടി വി, യെസ്, പീപ്പിൾ ടിവിയുടെ വരികയല്ലേ? ടിവിയുടെ എക്സിറ്റ് ഇത് പഴയതായിരിക്കും. അല്ല, മാതൃഭൂമിയുടെ ഒരു എക്സിറ്റ് പോൾ വരുന്നുണ്ട്. പീപ്പിൾ ടിവിയുടെ നാളെയാണ് വരുന്നത്, ഇന്ന് അല്ല. മാതൃഭൂമി ടിവിയുടെ ശ്രീ മുരുകൻ, ഈ BDJSന്റെയും BJPയുടെയും ഒക്കെ എഫക്റ്റ് ഈ രീതിയിൽ ഉണ്ടായി. കേരളത്തിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകുമെന്ന് താങ്കൾ തന്നെ പ്രതീക്ഷിച്ച രീതിയിലേക്ക് 82% ഉണ്ടാകുമെന്ന് താങ്കൾ കരുതിയ രീതിയിലേക്ക് എത്തുമെന്ന് കരുതിയത് ഒരുപക്ഷെ ഈ 2.5 മാസക്കാലം ഇങ്ങനെ നീണ്ടു വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ മാറിപ്പോയതാണോ? അതിനെയൊക്കെ ഒന്ന് തണുപ്പിച്ചത്. ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം രണ്ട് രീതിയിൽ പ്രതിഫലിക്കാം. ഒന്ന് നിസ്സംഗതയായിട്ട് പ്രതിഫലിക്കാം, ഒന്ന് ആവേശമായിട്ട് പ്രതിഫലിക്കാം. അപ്പോൾ ഇവിടെ ആവേശമായി പ്രതിഫലിച്ചതായി കണ്ടില്ല. അപ്പോൾ അത് പോളിംഗ് കുറഞ്ഞപ്പോൾ നിസ്സംഗതയായിട്ട് പ്രതിഫലിച്ചു എന്ന് വേണം കാണാൻ. പോളിംഗ് കുറഞ്ഞാൽ നമ്മൾ താരതമ്യേന കുറവെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അതേപോലെ വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫൈറ്റാണ് നടന്നത്. അത് മാത്രമല്ല BJP എന്ന് പറയുന്ന മൂന്നാം മുന്നണി എന്ന് പറയുന്നത് വളരെ ശക്തമായ മത്സരം നടത്തിയത് പ്രചരണത്തിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് അത് ബാഹ്യതല സ്പർശിയായ ഒരു പ്രചരണം മാത്രമായിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ അധികം പോളിംഗ് വരാത്തതുകൊണ്ട് BJPയുടെ വോട്ട് കുറഞ്ഞു എന്ന് മാത്രം നിലപാടെടുക്കുന്നത് അല്ലെങ്കിൽ അസസിന് തെറ്റാ. ഞാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കുറഞ്ഞു എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാത്തത് ഞങ്ങൾ കൂടുതൽ വോട്ട് വരാത്തതുകൊണ്ടാണ് എന്നുള്ളത് വരുന്നത്. LDFനുള്ള ആളുകൾ ഇപ്പോഴത്തെ നയത്തിനോട് താല്പര്യമില്ലാതെ നിസ്സംഗത പ്രകടിപ്പിച്ച് വോട്ട് ചെയ്യാതിരുന്നെങ്കിലും അപ്പോൾ അതും പോസിബിലിറ്റി ഉണ്ട്. അല്ല, ഞാൻ പറയാം അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് BJPയുടെ ശ്രമം നടത്തിയിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാത്തത് അതുകൊണ്ടാണെന്ന് പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, എന്തായാലും വലിയ അവകാശവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറുകളിൽ അവകാശവാദങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് 19-ാം തീയതി വരെ ഇങ്ങനെയുള്ള പുതിയ തിയറികളൊക്കെ കേൾക്കേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷത്തേക്ക് പോകുകയാണെങ്കിൽ, ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഭരണപക്ഷത്തിന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വോട്ടുകൾ കുറയും. അതിനോടൊപ്പം ഇപ്പുറത്ത് BDJS BJP എന്ന് പറഞ്ഞ് പുതിയൊരു മുന്നണി വരുമ്പോൾ അത് ആരുടെയൊക്കെ വോട്ടുകൾ കുറയ്ക്കും. ഇങ്ങനെ 2 തരത്തിലുള്ള വോട്ട് കുറയ്ക്കലുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ആത്യന്തികമായി ആരെ ബാധിക്കുമെന്നുള്ളതാണ് ചർച്ചയിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ പുതിയ തിയറികളിലേക്ക് നമുക്ക് കടക്കാം. പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങളും വരാനിരിക്കുന്നു. കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ കണക്ക് കൂട്ടലുകളും കിഴിക്കലുകളുമാണ്. സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കേരളത്തെക്കുറിച്ചുള്ള ഇതുവരെ വ്യക്തമായി വന്ന കണക്ക് ഇന്ത്യ ടുഡേ ചാണക്യയുടേതാണ്. NPC അതെന്തായിരുന്നു? ഡോക്ടർ ലാൽ, ഇന്ത്യ ടുഡേ ചാണക്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനം നമ്മൾ ഇപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്തു കഴിഞ്ഞു. അതനുസരിച്ച് കേരളത്തിൽ 88 സീറ്റ് മുതൽ 101 സീറ്റ് വരെ ഇടതുപക്ഷം നേടി അധികാരത്തിലേക്ക് വരും എന്നാണ് അവർ പ്രവചിക്കുന്നത്. BJPക്ക് അവർ കോൺഗ്രസിനെ UDFന് പ്രവചിക്കുന്നത് 38 മുതൽ 48 വരെ സീറ്റുകളാണ്. BJPക്ക് 0 മുതൽ 3 വരെ സീറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത മുതൽ പരമാവധി 3 സീറ്റ് വരെ കിട്ടും എന്ന സാധ്യത ആണ് ഉള്ളത്. 1 മുതൽ 4 വരെ മറ്റുള്ളവർ ജയിക്കാം എന്ന ഒരു പ്രവചനവും ഇന്ത്യ ടുഡേ നടത്തുന്നുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ ചർച്ച ചെയ്യാവുന്നത് 88 മുതൽ 101 വരെ സീറ്റുകൾ LDFന്. ഇതിന്റെ പുറകിലുള്ളത് ഒരു LDFന്റെ അനുകൂലമായ അല്ലെങ്കിൽ ഭരണവിരുദ്ധ സ്വഭാവത്തിലുള്ള ഒരു തരംഗമാണോ, അതോ വളരെ വലിയ ഒരു ന്യൂനപക്ഷ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനത്തിൽ BJPയുടെ രംഗപ്രവേശത്തിന് വിരുദ്ധമായ ഒരു തരംഗം, ഒരു ഭീതിയിൽ നിന്നുണ്ടായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഇതിന്റെ പുറകിലുണ്ടോ, ഈ പ്രവചനത്തിന്റെ പുറകിൽ ഉണ്ടോ എന്നതാണ് ചർച്ച ചെയ്യാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഡോക്ടർ സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിലേക്ക് LDF വരുന്നു എന്ന് പറയുന്ന ഈ കണക്കുകളെ നിങ്ങൾ അനുകൂലിക്കുന്നു? ഇതാണോ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് നിൽക്കുന്നതാണോ ഈ കണക്കുകൾ? 100 സീറ്റിനപ്പുറം LDF നേടും എന്നത് നേരത്തെ തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട വിഷയങ്ങളായി കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നത് 1 അഴിമതി തന്നെയാണ്, 2 വർഗീയത തന്നെയാണ്, 3 വിലക്കയറ്റം തന്നെയാണ്,
4 ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവനും മാനത്തിനും സ്വത്തിനും ഈ ഭരണകൂടം സംരക്ഷണം നൽകുന്നതിൽ അക്ഷന്തവ്യമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ കാരണമെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് മാഫിയ സംഘം പിടിമുറുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രകടമായി തന്നെ നമ്മൾ കണ്ടത് ഇവിടെ ഈ പ്രകൃതി വിഭവങ്ങൾ മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ കൈയടക്കാനും ഈ അതിസമ്പന്നർ അതിവേഗം സീ വോട്ടർ എക്സിറ്റ് പോൾ കേരളത്തെക്കുറിച്ച് LDF-ന് 74 മുതൽ 82 വരെ, UDF-ന് 54 മുതൽ 62 വരെ, BJP-ക്ക് 0 മുതൽ 4 വരെ, LDF-ന് 82 വരെയാണ് പരമാവധി സി വോട്ടർ നൽകുന്നത്, UDF-ന് 62 വരെ, 54 മുതൽ 62 വരെ, BJP-ക്ക് 4 വരെ സീറ്റുകളും. സമ്പത്ത്, ഇത് കൂടി കണക്കിലെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തു നിൽക്കുന്നതല്ല ഇത്. ഇവിടെ പ്രീപോൾ സർവേ കുറേ വന്നല്ലോ. ഈ പ്രീപോൾ സർവേ വന്നതിൽ ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ ഇതിനകത്ത് ഇത് വരട്ടെ, ഇവർ ഒരു 4-5 എണ്ണത്തിൻ്റെ വന്ന അത്തരം കാര്യങ്ങളുടെ എല്ലാം വരട്ടെ, ഞാനിതിന് വേറൊരു തർക്കത്തിലേക്ക് പോകുകയല്ല. വന്ന എല്ലാ പ്രീപോൾ സർവേകളും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുമാണ്. അതിൽ തന്നെ ഒന്ന് ടൈംസ് നൗ ആണ്. ടൈംസ് നൗ കനയ്യകുമാറിൻ്റെ പ്രസംഗം തന്നെ വല്ലാതെ വളച്ചൊടിച്ച് അതിനകത്ത് മോർഫിംഗ് നടത്തി അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളടക്കം അതിനകത്ത് കയറ്റി ഇതെല്ലാം അങ്ങനെ പ്രക്ഷേപണം ചെയ്തതിൻ്റെ പേരിൽ ഞാനിന്നിപ്പോൾ ഇത് കഴിഞ്ഞാലടുത്ത് ടൈംസ് നൗവിലേക്കാണ് പോരുന്നത്. അവരെന്നെയും ക്ഷണിച്ചിട്ടുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാനായി ഈ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ. അവർ പ്രഖ്യാപിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ആദ്യം വരാൻ പോകുന്നത്, അതുകൊണ്ട് അതിലേക്ക് വരണമെന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം വിളിച്ചത്. ന്യൂസ് എക്സിൻ്റേതുണ്ട്, CNN IBNൻ്റേതുണ്ട്. പക്ഷേ വാസ്തവത്തിലൊരു പ്രോ BJP ചാനലാണ് അവർ ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ABPയുടെ ചർച്ചയ്ക്ക് ഞാൻ പോയിട്ടുള്ളതാണ്. ആ ABPയുടെ ആ ഹിന്ദി ചാനലിൽ വാസ്തവത്തിൽ അതിലെല്ലാം തന്നെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നതെല്ലാം വളരെ കൃത്യമായി അത് BJPയുടെ ബഡ്ജറ്റിൻ്റെ ചർച്ചയ്ക്ക് പോലും അവിടെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പടമോ പേരോ ഒന്നുമില്ല. പ്രത്യേക തരത്തിൽ അത് ഒരു കൃത്യമായ ഒരു അത് പ്രധാനമന്ത്രിയുടെ മോദിയുടെ പടം വെച്ചിട്ടാണ് പോവുക. ധനകാര്യമന്ത്രിക്ക് ഒരു കാര്യമില്ല. ഞാനത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തൊരു MP എന്നുള്ള നിലയിൽ പറയുകയാണ്. ഇവർക്ക് പോലും പറയേണ്ടി വന്നൊരു കാര്യമുണ്ട്, അത് LDF അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ TVയുടെ എക്സിറ്റ് പോൾ ഫലം കേരളം: LDF 78, UDF 58, BJP-ക്ക് 2, മറ്റുള്ളവർ 2. മറ്റുള്ളവർക്ക് ഈ 1-2 സീറ്റുകളൊക്കെ പലരും പറയുന്നുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. LDF-ന് 78 ഇന്ത്യ TVയുടെ. ഞാൻ സമ്പത്തിലേക്ക് വരാൻ മുമ്പ് ബിന്ദു കൃഷ്ണ, ഭരണം മാറുന്നുണ്ട് എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ മുൻ മന്ത്രി ശ്രീ CN ബാലകൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാം ഭരണ തുടർച്ചയുണ്ടാകും എന്ന്. ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ബിന്ദു കൃഷ്ണയ്ക്ക് മനസ്സ് തുറക്കാം. അല്ല, എൻ്റെ മനസ്സ് തുറന്നാലും തുറന്നില്ല എങ്കിലും എക്സിറ്റ് പോളുകൾ ശരിയെന്ന് അടിവരയിട്ട ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സിറ്റ് പോളുകളെ നിഷ്പ്രഭമാക്കിയ ഫലങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫലങ്ങൾ അവിടെ നിൽക്കട്ടെ, ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു സൂചന തരികയാണ്. ഇത് വെച്ചുകൊണ്ട് മനസ്സിലുള്ള കാര്യങ്ങളെ പരുവപ്പെടുത്തി പറഞ്ഞാൽ ഏത് ഭാഷയിൽ ഇത് വെച്ചുകൊണ്ട് മാത്രം ഡോക്ടർ സമ്പത്ത് പറയുകയുണ്ട് അഴിമതി ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനം സത്യസന്ധമായി ചോദിക്കുക, ഞാൻ പറയാൻ അനുവദിക്കൂ. ഈ സംസ്ഥാനത്ത് ചെറുകിട വൻകിട പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കി. 5181 കോടി രൂപയുടെ കൊച്ചി മെട്രോ, 1892 കോടി രൂപയുടെ കണ്ണൂർ എയർപോർട്ട്, 7525 കോടി രൂപയുടെ വിഴിഞ്ഞം തുടങ്ങി. ഈ പറയുന്നതിൽ ഒന്നും തന്നെ 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല, ദോഷൈകൃതർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ അഴിമതി എന്ന് പറയുന്നത് എന്താണ്? സരിതാ നായർ ഉയർത്തിയ അഴിമതി, ബിജു രാധാകൃഷ്ണൻ ഉയർത്തിയ അഴിമതി, ബിജു രമേശ് ഉയർത്തിയ അഴിമതി. അപ്പം ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ അത് വിശ്വസിച്ചുവെങ്കിൽ, എനിക്കറിയില്ല 19-ാം തീയതി 10 മണിയോട് കൂടിയൊക്കെ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണഫലം അറിയാം. അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ സരിതമാരുടെ ഒരു കാലമായി കേരളം മാറുമല്ലോ എന്നോർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം. കഴിഞ്ഞ കുറെ കാലമായി LDF UDF മാറി വരുന്നുണ്ട്. ഈ മാറ്റം എന്തായാലും ജനങ്ങൾ അറിഞ്ഞാണല്ലോ എടുക്കുന്നത്. ഇത്തവണയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടാകും എന്നാണല്ലോ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ടല്ലേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞാൽ ക്ഷമിക്കണേ, ഞാനൊരു 2 മിനിറ്റ് എടുക്കുന്നില്ല. നിങ്ങളെ മുതിർന്ന ഒരു മിനിറ്റ് ഞാൻ തരും, കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വാസ്തവത്തിൽ ഈ പദ്ധതികളെ സംബന്ധിച്ചുള്ള ഇതെല്ലാം ഷൗഡഡ് ഇൻ മിസ്റ്ററി.
ഇറ്റ്സ് ക്ലൗഡഡ് വിത്ത് മിസ്റ്ററി. ഒരിക്കലുമല്ല സർ, ഇത് ഈ പദ്ധതികളെല്ലാം LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിക്കേണ്ടിരുന്ന പദ്ധതികൾ വെച്ചു നീട്ടിയതിന്റെ കാര്യത്തിൽ ഞാൻ ആധികാരികമായി പറയുന്നു, 2ാം UPA ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള മന്ത്രിമാർക്ക് പങ്കുണ്ടായിരുന്നു. സാക്ഷാൽ ശ്രീ AK ആന്റണി അടക്കം കൃത്യമായി ഇതിനകത്ത് രാഷ്ട്രീയം കളിച്ചു. അങ്ങനെയാണെങ്കിൽ അന്ന് പറയാതിരുന്നത് അന്നും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. അന്നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. വിഴിഞ്ഞത്ത് കടൽമാത്രയുണ്ട്, പരിസ്ഥിതി പ്രശ്നമാണ്, അതുകൊണ്ട് നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. 2 ഒരു ചൈനീസ് കൺസോർഷ്യം വരുന്നു, അതുകൊണ്ടാണ് അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഹാർബർ കിട്ടിയത് BJPയുടെ ഒരു സൗജന്യം കൊണ്ടാണ് എന്ന് അവരവകാശപ്പെടുന്നു. ആയിക്കോട്ടെ, വിഴിഞ്ഞം ഹാർബർ അവരൊരു സൗജന്യം കൊണ്ടാണ് ഇത് കിട്ടിയത്, അതിനു മുമ്പൊന്നും കിട്ടിയില്ലല്ലോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അദാനി KV തോമസിന്റെ വീട്ടിൽ മുഖ്യമന്ത്രിയെ കേട്ട് നടത്തിയ തമിഴ്നാടിന്റെ ഫലം വന്നിട്ടുണ്ട്. 234 അംഗ നിയമസഭയിൽ 89 മുതൽ 101 സീറ്റ് വരെ മാത്രമേ ഭരണകക്ഷിയായ AIADMK നേടൂ എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. DMK 124 മുതൽ 140 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തും. BJPക്ക് 3 സീറ്റുകൾ വരെ, മറ്റുള്ളവർക്ക് 4 മുതൽ 8 സീറ്റ് വരെ. തമിഴ്നാട്ടിലും ഭരണമാറ്റം എന്നാണ് ഇന്ത്യ ടുഡേ സർവേ ഫലം പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിനിടയിൽ ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഈ ഫലങ്ങൾ വെച്ചുകൊണ്ട് കേരളവും തമിഴ്നാടും ഭരണമാറ്റത്തിലേക്ക് കടക്കുകയാണോ എങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ്? കേരളത്തിൽ 3ാം മുന്നണിയുടെ പ്രചരണവും അവർ മുന്നോട്ട് വച്ച കാര്യങ്ങളും ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇനി എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും വരാൻ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം.